നരേന്ദ്രമോദി സർക്കാരിന്റെ തുടർച്ചയായ മൂന്നാം ഊഴത്തിലെ സുപ്രധാനമായ മൂന്നാം ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുത്തൻ ദിശാബോധം നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അതിവേഗ റെയിൽ ഗതാഗതം നിർണായകമാണെന്ന് വിലയിരുത്തിക്കൊണ്ട് 7 പുതിയ ഹൈസ്പീഡ് റെയിൽ കോറിഡോറുകൾ ധനമന്ത്രി പ്രഖ്യാപിച്ചു. രാജ്യത്തെ പ്രമുഖ മെട്രോ നഗരങ്ങളെയും വാണിജ്യ കേന്ദ്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ അതിവേഗ പാതകൾ യാത്രാ സമയത്തിൽ വലിയ കുറവ് വരുത്തുമെന്നും സമ്പദ് വ്യവസ്ഥയ്ക്ക് പുത്തൻ ഉണർവ് നൽകുമെന്നും അവർ വ്യക്തമാക്കി. മുംബൈ പൂനെ ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ ബംഗളൂരു എന്നീ ദക്ഷിണേന്ത്യൻ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ക്ലസ്റ്ററുകൾക്കൊപ്പം ദില്ലി വാരണാസി സിലിഗുരി എന്നീ സുപ്രധാന റൂട്ടുകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. എന്നാൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഈ അതിവേഗ റെയിൽ പദ്ധതികളുടെ പട്ടികയിൽ കേരളത്തിന് ഇടം പിടിക്കാനായില്ല എന്നത് വലിയ പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നു. ധനമന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിനിടെ കേരളത്തിന്റെ പേര് പരാമർശിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ എംപിമാർ സഭയിൽ കേരളം എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന കാഴ്ചകൾക്കും പാർലമെന്റ് സാക്ഷ്യം വഹിച്ചു. കേരളം കാത്തിരുന്ന സിൽവർ ലൈൻ പോലുള്ള പദ്ധതികൾക്കോ അല്ലെങ്കിൽ നിലവിലുള്ള പാതകളുടെ നവീകരണത്തിനോ ഉള്ള പ്രത്യേക പരാമർശങ്ങൾ റെയിൽവേ വിഹിതത്തിൽ ഉണ്ടാകാത്തത് സംസ്ഥാനത്തോടുള്ള അവഗണനയാണെന്ന ആരോപണവും ശക്തമാകുകയാണ്. റെയിൽവേ മേഖലയിൽ നിരാശയുണ്ടായെങ്കിലും ബജറ്റിന്റെ തുടക്കത്തിൽ തന്നെ കേരളത്തിന് ആശ്വാസം നൽകുന്ന ചില വലിയ പ്രഖ്യാപനങ്ങളും ധനമന്ത്രി നടത്തിയിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളെ കോർത്തിണക്കി ഒരു ബൃഹത്തായ ധാതു ഇടനാഴി നിർമ്മിക്കുമെന്നാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ റെയിൽ എർത്ത് കോറിഡോർ പദ്ധതി ദക്ഷിണേന്ത്യയുടെ വ്യാവസായിക ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. കേരളത്തിലെ വിഴിഞ്ഞം മുതൽ ചവറ വരെയുള്ള പ്രദേശം കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന ബജറ്റിലും ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു. ചവറയിലെ കരിമണൽ നിക്ഷേപവും വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തി ധാതുഖനനവും സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ഈ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നു. ഇന്ത്യ 2.0 സെമി കണ്ടക്ടർ മിഷന്റെ ഭാഗമായാണ് ഈ ബൃഹത്തായ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിനായി 40,000 കോടി രൂപയാണ് കേന്ദ്രം നീക്കിവച്ചിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയിൽ പ്രത്യേകിച്ച് ചിപ്പ് നിർമ്മാണ രംഗത്ത് ഒഴിച്ചുകൂടാനാവാത്ത അപൂർവ ധാതുക്കൾ ആഭ്യന്തരമായി കണ്ടെത്താനും പ്രോസസ് ചെയ്യാനും ഈ നീക്കം സഹായിക്കും. കേരളത്തിലെ ധാതു സമ്പുഷ്ടമായ തീരപ്രദേശങ്ങളിൽ നിന്ന് മോണോസൈറ്റ് പോലുള്ള ധാതുക്കൾ വേർതിരിച്ചെടുത്ത് സെമി കണ്ടക്ടർ മേഖലയിലേക്ക് ആവശ്യമായ ഘടകങ്ങൾ നിർമ്മിക്കാനുള്ള വലിയ സാധ്യതയാണ് ഇതുവഴി തെളിയുന്നത്. ഇന്ത്യയെ ഒരു ഗ്ലോബൽ ബയോഫാർമ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റുന്നതിനായി 10,000 കോടി രൂപയുടെ പാക്കേജും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ആരോഗ്യ മേഖലയിൽ ഇതിനോടകം തന്നെ മികവ് തെളിയിച്ചിട്ടുള്ള കേരളത്തിന് ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ വലിയ തോതിൽ ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഔഷധ നിർമ്മാണ രംഗത്തെ ഗവേഷണങ്ങൾക്കും പുതിയ സംരംഭങ്ങൾക്കും ഈ തുക കരുത്തേകും. കൂടാതെ ചരക്ക് നീക്കവും കയറ്റുമതിയും സുഗമമാക്കുന്നതിനായി കണ്ടെയ്നർ നിർമ്മിക്കുന്നതിനായി 5,000 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണ സജ്ജമാക്കുന്നതോടെ കേരളത്തിൽ കണ്ടെയ്നറുകൾക്ക് വലിയ ആവശ്യമുണ്ടാകുമെന്നതിനാൽ ഈ പ്രഖ്യാപനം സംസ്ഥാനത്തെ അനുബന്ധ വ്യവസായങ്ങൾക്കും വലിയ ഉണർവ് നൽകും. കേരളത്തിലെ പരമ്പരാഗത നെയ്ത്ത് മേഖലയ്ക്കും കരകൗശല വിദഗ്ധർക്കും ആശ്വാസമാകുന്ന നാഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ് പദ്ധതിയും ബജറ്റിൽ അവതരിപ്പിച്ചു. പാരമ്പര്യ കലകളെയും നെയ്ത്ത് രീതികളെയും സംരക്ഷിക്കുന്നതിനോടൊപ്പം അവർക്ക് അന്താരാഷ്ട്ര വിപണി ലഭ്യമാക്കുന്നതിനും നൈപുണ്യ വികസനത്തിനും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. കായിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന കേരളത്തിന് ആവേശം നൽകുന്നതാണ് സ്പോർട്സ് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലും ഗവേഷണത്തിനുമായി മാറ്റിവെച്ചിരിക്കുന്ന തുക. സ്പോർട്സ് ഹബ്ബുകൾ സ്ഥാപിക്കുന്നതിലൂടെ പുതിയ കായിക പ്രതിഭകളെ വാർത്തെടുക്കാനും അവർക്ക് ആവശ്യമായ ആധുനിക ഉപകരണങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും സാധിക്കും. ഡിജിറ്റൽ വിപ്ലവത്തിന്റെ അടുത്ത ഘട്ടമായി നാഷണൽ ഫൈബർ പ്രൊജക്ട് ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും ഇതിലൂടെ ഗ്രാമീണ മേഖലകളിൽ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാകുമെന്നും ധനമന്ത്രി ഉറപ്പു നൽകി. ചെറുകിട പദ്ധതികൾക്കായി 2,000 കോടി രൂപ പ്രത്യേകമായി നീക്കിവെച്ചത് പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടും. റെയിൽവേ പാതയുടെ കാര്യത്തിൽ നേരിട്ട അവഗണനയ്ക്കിടയിലും ധാതു ഇടനാഴി പോലുള്ള പ്രധാന പദ്ധതികളിൽ കേരളത്തെ ഉൾപ്പെടുത്തിയത് സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് പുതിയ വഴി തുറക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിലെ സമാനമായ പ്രഖ്യാപനങ്ങൾ വിഴിഞ്ഞം ചവറ മേഖലയുടെ ഭാവി വികസനത്തിൽ വലിയ പങ്കുവഹിക്കുമെന്നത് ഉറപ്പാണ്.